ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. പന്മന ഇടപ്പള്ളിക്കോട്ടയിലായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. പന്മന ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മിനി ബസിന്റെ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 9:30 അപകടം. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും HP റോഡിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ മുൻചക്രം പഞ്ചറായി നിയന്ത്രണം തെറ്റി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. കട ഭാഗികമായും തകർന്നു. പരിക്കേറ്റ ഡ്രൈവറെയും വിദ്യാർത്ഥിയെയും ചവറ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ടയർ പൊട്ടുന്ന സൗണ്ട് കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ ഈ വണ്ടി ഇടിച്ച് ഇതിനകത്തേക്ക് വന്ന് പോസ്റ്റ് ഇടിച്ച് കളഞ്ഞ് വണ്ടി കടയിലേക്ക് ഇടിച്ച് കയറുകയാണ്. അതിനകത്ത് 5-6 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ കരഞ്ഞ് അവരെ ഉടനെ തന്നെ അതിനകത്തുനിന്ന് നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് മാറ്റി ഫയർഫോഴ്സിനെയും മറ്റും അറിയിപ്പിച്ചു. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നു. ഈ സ്ഥിരം വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ്. പറഞ്ഞ ഹോൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു രീതിയാണ്. അത് ആ ഡ്രൈവറുടെ കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളെ ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടു. സ്കൂളിന്റെ വണ്ടിയാണോ ഇത്? സ്കൂളിന്റെ അല്ല, സ്കൂളിന്റെ കോൺട്രാക്ട്. പന്മന പഞ്ചായത്തിന്റെ വക കരുണ സ്കൂളില്ലേ, നമ്മുടെ പിന്നെ കുര്യത്തറമുക്കിന് വടക്കുവശത്തുള്ള ആ സ്കൂളിലെ കോൺട്രാക്ട് ബസ്സാണ്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. 6 വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. സമീപത്തെ വൈദ്യുത തൂണും തകർന്നു. സംഭവം കുട്ടികളായിട്ട് വന്ന കുട്ടികളായിട്ട് വന്ന് സ്പീഡിലാണ്, നല്ല ഹൈ സ്പീഡിലാണ് വന്ന് ഈ പോസ്റ്റ് പിടിച്ച് കടക്കാത്ത കയറി. ടയറൊക്കെ മൊട്ട ടയറാണ്. ലൈസൻസ് ഒക്കെ ഉള്ള ആളാണോ? ലൈസൻസ് ഉള്ളതാണെന്ന് പറയുന്നതല്ലേ, നമുക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും വന്നു? ആരും പോലീസും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം വന്നു. പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്നു. പഞ്ചായത്തിൽ നിന്ന്. കടയിലെ സാധനങ്ങൾക്കും കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.